സംസ്ഥാനത്തെ തടവുകാരുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിയുടെ പരസ്യ മദ്യപാനവും ഇതേ കേസിലെ മറ്റൊരു പ്രതിയായ ടി.കെ. രജീഷിന് പരോൾ അനുവദിച്ചതും. ജയിൽ ഉപദേശക സമിതി അംഗം പി. ജയരാജന്റെ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സംഭവിച്ച ഗുരുതരമായ വീഴ്ചകളിൽ പൊതുസമൂഹത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. നിയമവാഴ്ചയെയും നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. കൊടിസുനിയുടെ പരസ്യ മദ്യപാനം സംബന്ധിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ടി.പി. കേസിൽ വിചാരണ നേരിടുന്ന കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി 3 ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് സംഭവം. കഴിഞ്ഞ മാസം 17-ന് തലശ്ശേരിയിലെ ഒരു ഹോട്ടലിന് മുന്നിൽ വെച്ച് പോലീസ് കാവലിൽ കൊടിസുനി മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. മദ്യം കൊണ്ടുവന്ന വാഹനത്തിന്റെ നമ്പറും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. കോടതി നടപടികൾക്ക് ശേഷം ഉച്ചഭക്ഷണത്തിനായി കോടതി പിരിഞ്ഞപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളെ സമീപത്തെ വിക്ടോറിയ ഹോട്ടലിൽ എത്തിക്കുകയായിരുന്നു. ഈ സമയം പ്രതികളുടെ സുഹൃത്തുക്കൾ അവിടെ എത്തുകയും പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രതികൾ മദ്യം കഴിച്ചു എന്നതുമായിരുന്നു പ്രധാന ആരോപണം. ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സംഭവം നടന്ന ആഴ്ചകൾ പിന്നിട്ടിട്ടും കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ലെന്ന വിമർശനം ഉയർന്നതോടെയാണ് സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടായത്. പ്രാഥമിക അന്വേഷണങ്ങൾക്കൊടുവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വൈശാഖ്, വിനീത്, ജിഷ്ണു എന്നിവർക്കെതിരെ വകുപ്പുതല നടപടികൾ സ്വീകരിക്കുകയും അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ തുടർ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ജയിൽ ഉപദേശക സമിതി അംഗം പി. ജയരാജൻ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. കൊടിയായാലും വടിയായാലും നടപടി ഉണ്ടാകും എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന നിയമലംഘനം നടത്തുന്നവരോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരിക്കും സർക്കാരിനുണ്ടായിരിക്കുക എന്ന സന്ദേശം നൽകുന്നതായിരുന്നു. തടവ് അനുഭവിക്കുന്നവർ ജയിലിനകത്തും പുറത്തും അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നും ആരച്ചടക്കം ലംഘിച്ചാലും അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അട്ടിവരയിട്ട് പറഞ്ഞു. ഇത് പിണറായി സർക്കാരിന്റെ നയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇത് സർക്കാരിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ വിവരങ്ങൾ ഉണ്ടെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു. അതേസമയം കൊടിസുനിയുടെ മദ്യപാന വിവാദം കത്തി നിൽക്കുന്നതിനിടെ ടി.പി. വധക്കേസിലെ മറ്റൊരു പ്രതിയായ ടി.കെ. രജീഷിന് 15 ദിവസത്തേക്ക് പരോൾ അനുവദിച്ചത് മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തി. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുത് എന്ന കർശന ഉപാധിയോടെയാണ് രജീഷിന് പരോൾ അനുവദിച്ചത്. ഈ പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും പി. ജയരാജൻ പ്രതികരണം അറിയിക്കുകയുണ്ടായി. മറ്റാരെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പേരിൽ രജീഷിന് പരോൾ നൽകാതിരിക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇത് ഓരോ കേസുകളെയും വ്യക്തികളെയും പ്രത്യേകം വിലയിരുത്തിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും ഒരാളുടെ തെറ്റ് മറ്റൊരാളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നില്ല എന്നുമുള്ള സർക്കാരിന്റെ നിലപാടായി വ്യാഖ്യാനിക്കപ്പെട്ടു. എങ്കിലും ഈ സംഭവങ്ങൾ സർക്കാരിന് പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എന്നത് നിഷേധിക്കാനാവില്ല. ജയിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി പ്രതികൾക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ നിയമലംഘനം നടത്താൻ സാധിക്കുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായാണ് പൊതുജനങ്ങൾ കാണുന്നത്. തടവുകാർക്ക് ലഭിക്കുന്ന അസാധാരണമായ സൗകര്യങ്ങളെക്കുറിച്ചും പോലീസിലെ ചില ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തെക്കുറിച്ചും വ്യാപകമായ ചർച്ചകൾക്ക് ഇത് വഴിവെച്ചിട്ടുണ്ട്. നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമതയും നിയമവാഴ്ചയുടെ പ്രാധാന്യവും ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച വീഴ്ചകൾക്ക് പിന്നിൽ മറ്റ് സ്വാധീനങ്ങൾ ഉണ്ടോ എന്ന സംശയവും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. സസ്പെൻഷനുകൾക്കപ്പുറം കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാവണമെന്ന ആവശ്യം ശക്തമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജയിൽ അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥരും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും തടവുകാരുടെ കാര്യത്തിൽ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും പൊതുസമൂഹം ആവശ്യപ്പെടുന്നു. പ്രതികൾക്ക് ലഭിക്കുന്ന ഇത്തരം പ്രത്യേക പരിഗണനകൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നും ഇത് നിയമവ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള തുടർ നടപടികൾ പരോൾ വ്യവസ്ഥകൾ ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങളും കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളും ആവശ്യമാണ്. സർക്കാരിന്റെ അച്ചടക്കം ലംഘിക്കുന്നവർക്ക് നടപടി ഉണ്ടാകുമെന്ന നയം യാഥാർത്ഥ്യത്തിൽ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ സംഭവങ്ങൾ ഭാവിയിൽ ജയിൽ പരിഷ്കരണങ്ങൾക്കും പോലീസ് സംവിധാനങ്ങളുടെ പുനഃപരിശോധനകൾക്കും വഴിയൊരുക്കുമോ എന്ന് കണ്ടറിയാം.